അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കിലോ വാട്ടിനുള്ള സ്ട്രക്ചറാണ് അടിക്കുന്നത്. അതായത് 6 പാനൽ വരും. അപ്പോൾ നമുക്ക് അതിനുള്ള പൈപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി എടുത്തിട്ട് പ്രൈമർ അടിച്ച് പെയിൻറ്റും അടിച്ചിട്ടുണ്ട്. പ്രൈമർ നമ്മൾ അപ്പോക്സി ഗ്രേ ആണ് അടിച്ചിട്ടുള്ളത്. അതുപോലെ പെയിൻറ്റ് വന്നിട്ട് സ്മോക്ക് ഗ്രേ ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് പെയിൻറ്റുകളൊക്കെ അടിച്ചിട്ടത്. അതുപോലെ പ്ലേറ്റൊക്കെ വെച്ച് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ കറണ്ട് നമുക്ക് വന്നത് ഉച്ചയ്ക്കാണ്. അപ്പോഴാണ് നമ്മൾ ബാക്കിയുള്ള പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ പാനൽ വരുന്നതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷനിലാണ് വരുന്നത്. നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ 4x4 പ്ലേറ്റും 8mm ആങ്കർ ബോൾട്ടുമാണ് നമ്മൾ അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കാലൊക്കെ ഏകദേശം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. 3x1 കാലാണ് നമ്മൾ ബെഡിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ബെഡായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് 3x1 പൈപ്പാണ്. ഇതിൻ്റെ മുകളിൽ വരുന്ന പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5x1 പൈപ്പാണ്. അപ്പോൾ 2.5x1 പൈപ്പ് വെച്ചിട്ട് നമ്മൾ മുകളിലേക്കുള്ള ഫ്രെയിമിൻ്റെ 2 അറ്റവും നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഇനിയൊരു 2 എണ്ണം കൂടി സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ മുകളിൽ വന്നിട്ട് ഏകദേശം 4 ഉം 4 8 കാലാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കിൽ ഹൈറ്റുള്ള കാല് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാനലിൻ്റെ ആ എഡ്ജ് വന്നിട്ട് ഒരു 4.25 അടിയും ഈ എഡ്ജ് വന്നിട്ട് താഴെ ഭാഗം വന്നിട്ട് ഒരു 3.25 അടിയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്, സ്ലോപ്പ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോമ്പസ് നോക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം തൊട്ടപ്പുറത്തുള്ള 2-3 സൈറ്റിൽ നമ്മൾ പാനൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്ലോപ്പ് തന്നെയാണ് നമ്മൾ ഇങ്ങോട്ടും കണക്കാക്കിയിട്ടുള്ളത്. കാരണം എല്ലാവരും ഒരേപോലെ തന്നെയാണ്, ഒരേ ദിശയ്ക്ക് തന്നെയാണ് നമ്മൾ പാനൽ സെറ്റ് ചെയ്യുക. അതുകൊണ്ട് ഇവിടെ കോമ്പസ് നോക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പർലിംഗ് അടി നമ്മൾ ഏകദേശം തീർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ഡെമ്മി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പ്രൈമർ ടച്ച് ചെയ്ത് പെയിൻറ്റ് അടിക്കാനുണ്ട്. അപ്പോൾ ഫുൾ വെൽഡിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഡെമ്മി കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലൈറ്റിംഗ് അറസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. അതിനുള്ള സ്റ്റാൻഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് വർക്ക് കഴിഞ്ഞു. ഇതിൽ പെയിൻറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പാനലിൻ്റെ ഇനിയിപ്പോൾ പാനൽ കയറ്റാനും കോൺക്രീറ്റിൻ്റെ പണി മാത്രമേ ഉള്ളൂ. കോൺക്രീറ്റിൻ്റെ പണി എന്ന് പറഞ്ഞാൽ പാനൽ കയറ്റുന്ന അതേ ദിവസം തന്നെയാണ് കോൺക്രീറ്റും ചെയ്യാനുള്ളത്. ആകെ ഒരു 3-6 കാല് മാത്രമേ കോൺക്രീറ്റിനായിട്ടുള്ളൂ ഇതിൽ. അപ്പോൾ ബെഡ് അടിച്ച് നമ്മൾ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അധികം കാല് നമ്മൾ വാർപ്പിലേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ചാനൽ കാണുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.